പണം ഇല്ലാത്ത മനുഷ്യൻ ദരിദ്രനല്ല. പക്ഷേ സ്വപ്നവും ആഗ്രഹങ്ങളും ഇല്ലാത്ത മനുഷ്യനാണ് ശരിക്കും ദരിദ്രൻ. ആരാണ് ദരിദ്രൻ? ആരെയാണ് ദരിദ്രൻ എന്ന് വിളിക്കാവുന്നത്? ഏത് അളവുകോൽ കൊണ്ടാണ് ദാരിദ്ര്യം അളക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഇതിനോടകം വന്നിട്ടുണ്ടാവും. ചാതുർവർണ്ണം നിർണയിച്ച ജാതിഭേദങ്ങൾ പോലെ നമ്മുടെ സർക്കാർ ദരിദ്രനെയും സമ്പന്നനെയും ഔദ്യോഗികമായി നിർണയിച്ചത് മറ്റൊരു ജാതിവർണ്ണത്തിലൂടെയാണ്. അതായത് 4 നിറങ്ങളിലുള്ള റേഷൻ കാർഡിലൂടെ. ആത്മാവിൽ ദരിദ്രരായവരെക്കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. ഇത് ആത്മീയമായൊരു ചിത്രമാണ് നൽകുന്നത്. നമ്മൾ ദരിദ്രനെയും സമ്പന്നനെയും അളക്കുന്നത് സാമ്പത്തികമായ അന്തരങ്ങൾ വെച്ചാണ്. ആ അളവുകോലാണ് മനുഷ്യൻ്റെ അന്തസ്സും ആഭിജാത്യവും അഭിമാനവും ഒക്കെ നിർണ്ണയിക്കുന്നത്. എന്നാൽ വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിലാണെങ്കിലും ദരിദ്രനായൊരു മനുഷ്യന് സ്വപ്നങ്ങൾ കാണാനും ആഗ്രഹങ്ങൾ കൂട്ടിവെക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അയാളാണ് യഥാർത്ഥ സമ്പന്നൻ. ഒന്നിനെക്കുറിച്ചും സ്വപ്നം കാണാത്തവരും ആഗ്രഹങ്ങളില്ലാത്തവരുമായിരിക്കും ശരിക്കും ദരിദ്രർ. സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ചൊരു ചിലവുമില്ല. എവിടെ ഇരുന്നാണെങ്കിലും സ്വപ്നങ്ങൾക്ക് മേയാൻ മേച്ചിൽപ്പുറങ്ങൾ കണ്ടുപിടിക്കാം. ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നുവെങ്കിൽ യാചകർ അതിൽ യാത്ര ചെയ്യുമായിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രത്യാശയാണ്. നാളെയെക്കുറിച്ചുള്ള പ്രത്യാശയാണ് മനുഷ്യനെ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ശുഭദിനം.